എണ്ണമറ്റ മാനുഷിക യാഥാർത്ഥ്യങ്ങൾ ഞാൻ കണ്ടെത്തും. നിഗൂഢതകൾ, അത്ഭുതങ്ങൾ. ഇതുവരെ ഞാൻ സംശയിച്ചിട്ട് പോലുമില്ലാത്ത പല കാര്യങ്ങളെയും കുറിച്ചുള്ള ചോദ്യങ്ങൾ എൻ്റെ മനസ്സ് നിരന്തരം ചോദിച്ചുകൊണ്ടേയിരുന്നു. ഉദാഹരണത്തിന്, ദുഷ്ടതകൾ നമ്മളെ അമ്പരപ്പിക്കാത്തത് എന്തുകൊണ്ടാണ്? ക്രൂരതകൾ നേരിട്ട് കാണുമ്പോഴും മനസ്സിൽ അതിനെ പ്രതി എതിർപ്പ് തോന്നാതിരിക്കുക എന്തിനാണ് കാരണം? ഒരു വഴി, പല വഴികൾ, രാജ്യമെമ്പാടും പല പല യാത്രകൾ, വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള 100 കാസറ്റുകൾ, ആയിരക്കണക്കിന് ടേപ്പുകൾ, വേറെ 500 കൂടിക്കാഴ്ചകൾ. അതിനുശേഷം ഞാൻ എണ്ണൽ നിർത്തി. മുഖങ്ങൾ ഓർമ്മയിൽ നിന്നും ഒഴിഞ്ഞുപോയി. പക്ഷേ സ്വരങ്ങൾ ബാക്കി നിന്നു. കൂട്ടത്തോടെയുള്ള ഒരു ശബ്ദം ഇപ്പോഴും എൻ്റെ ഓർമ്മയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. വലിയൊരു സമൂഹ സ്വരം. ചിലപ്പോൾ വാക്കുകൾ കാതോളം എത്തുകയില്ല. നിലവിളി മാത്രമേ കേൾക്കാനാവൂ. ഞാൻ തുറന്നു പറയാം, ഈ വഴി നടക്കാനുള്ള പ്രാപ്തി എനിക്കുണ്ടെന്ന് എനിക്ക് തന്നെ വിശ്വാസമുണ്ടായിരുന്നില്ല. ഈ യാത്ര മുഴുവനാക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. അറ്റം വരെ നടന്നെത്തുക എനിക്കാവുന്ന കാര്യമാണോ? ഭയത്തിൻ്റെയും സംശയത്തിൻ്റെയും നിമിഷങ്ങൾ വേണ്ടുവോളം ഉണ്ടായിരുന്നു. യാത്ര മതിയാക്കി വഴി മാറിയാലോ എന്ന് പലപ്പോഴും ആലോചിച്ചു. പക്ഷേ എനിക്കാവുമായിരുന്നില്ല. ഞാൻ തിന്മയുടെ കയ്യിൽ അകപ്പെട്ട് കഴിഞ്ഞിരുന്നു. എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ അഗാധതകളിലേക്ക് നോക്കി നിന്നു. ഇപ്പോൾ